ഇന്നലെ അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അത് പ്രമാണിച്ച് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ എൻ്റെ കസിൻസും ഫ്രണ്ട്സും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും എൻ്റെ വലിയ ചെക്കനും കൂടെ നേരെ ആ കടയിൽ പോയി നല്ലൊരു ഷർട്ടും നല്ലൊരു മുണ്ടും ഒക്കെ എടുത്തായിരുന്നു. അതിനുശേഷം നല്ലൊരു കേക്കൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയത്. തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ നിറച്ച ആൾക്കാരായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം ഉണ്ടായിരുന്നില്ല. അവരെ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിപാടി ഉഷാറാക്കണ്ടേ. അതിനുവേണ്ടി നമ്മളിപ്പോൾ പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ അച്ഛന് കൊടുക്കണം. അങ്ങനെ അച്ഛൻ കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോഴേക്കും നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് കൊടുത്തു. ഐ തിങ്ക് ഹി ഈസ് വെരി 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 ഹാപ്പി. അതിനിടയിൽ കൃപ ഫോണും പിടിച്ച് വരുന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചിക്ക് ഒരു പോസ്. ഞങ്ങൾ ഫോട്ടോ എടുത്ത് നിൽക്കുമ്പോഴേക്കും അച്ഛൻ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അച്ഛൻ സുന്ദരനായിരിക്കണല്ലേ. ഡ്രസ്സും കണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആഹാ, ഇനിയാണ് ചടങ്ങ്. നമുക്ക് കേക്ക് മുറിക്കണം. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കേക്ക് എല്ലാം മുറിച്ചു. സോറി അച്ഛൻ മുറിച്ചു. ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും ക്ലാപ്പ് അടിച്ചുകൊണ്ട് നിന്നു. കേക്ക് കിട്ടിയത് പിന്നെ പിറന്നാളുകാരൻ ആരാണെങ്കിലും ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ കേക്ക് ഇങ്ങനെ എല്ലാവരുടെയും വായിച്ചിട്ട് ഒരു ചടങ്ങുണ്ട്. ഇതൊരു ചടങ്ങാണെന്ന് എനിക്കറിയില്ല. സോ ഇതൊരു ചടങ്ങാണെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഇവരും അച്ഛനെ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഷർട്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മെയിനായിട്ടൊരു ചടങ്ങുണ്ടല്ലോ, ഫുഡ് കഴിക്കല്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറും ചിക്കനും ബീഫും ഒക്കെ ആയിരുന്നു. എൻ്റെ അമ്മ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചെയ്യാൻ കുറേ നേരം തംസിമ്പിൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം അവനെ വീഡിയോ എടുത്തോണ്ടിരുന്നു. അല്ലേ ഇതേ മകം കഴിഞ്ഞപ്പോൾ അമ്മ അങ്ങനെ ഫുഡ് കഴിക്കാൻ നിലത്ത് തന്നെ ഇരിക്കണം എന്ന് നിലത്ത് തന്നെ നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്തിരുന്നു. ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു അൺലിമിറ്റഡ് ഹാപ്പിനെസ് ആണ് മക്കളെ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതേ പിള്ളേരെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം ഇരുന്നു. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ പായസമൊക്കെ കുടിച്ച് നമ്മളിങ്ങനെ ഫിറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ.